പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതേപോലെ മനോഹരമായൊരു ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ചെടിയും പൂക്കളൊക്കെ പരിചരിച്ച് വരുമ്പോൾ എന്തുമാത്രം മെൻ്റലി നമ്മൾ ഹാപ്പി ആവണമെന്നറിയോ, ടെൻഷനൊക്കെ പോയി. എന്താ ഭംഗി. എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് നല്ല കട്ടിയിൽ ഒഴിച്ചിട്ട് അതിലിട്ട് വയ്ക്കാതെ. ഇത് ഫുള്ള് ഹാങ്ങിങ് വേണ്ട കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഒരു ചട്ടിയിൽ 2 എണ്ണം വെച്ച് വെക്കുന്നത്. പല പരിമിതി ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ കോണിൽ സെറ്റ് ചെയ്തിട്ട് ഒരു പച്ച നെറ്റ് കെട്ടി കൊടുക്കുക, പ്ലാസ്റ്റിക്. മെയിനായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഉണ്ടാക്കണ ഓർഗാനിക് വളങ്ങളെ പറ്റി പറയാനാണ് കേട്ടോ. ഞാൻ നനയ്ക്കുന്ന സ്റ്റൈൽ കേട്ടോ. ഇതാണ് നന, വൈകിട്ടുള്ള എൻ്റെ നനയുടെ ടൈമാണിത്. അപ്പോൾ എല്ലാവർക്കും നൈപുണ്യ ചാനലിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ഞാൻ ആനി സെബാസ്റ്റ്യൻ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ഔട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. കുറച്ച് നാളായി ഒരു വ്ളോഗ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഒന്ന് പുതിയതായിട്ട് ഇറക്കാമെന്ന് തോന്നി. ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ കംപ്ലീറ്റ് ഒരു ക്ലാസ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി അത് മാത്രമാണ് എൻ്റെ പ്രാക്ടിക്കലിൽ നിന്നുള്ള ഒരു അറിവാണ് ഞാനിതിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്പർ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആദ്യം ഓരോരുത്തർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഹാങ്ങിങ് വേണ്ട പോട്ടിൽ വളർത്താൻ പറ്റില്ല എന്ന്. ഞാൻ ഇതേ നിങ്ങളെ പോട്ടിൽ വളർത്തി ഫ്ലവറാക്കി നിങ്ങളതേ ഞാൻ കാണിച്ചിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ പോട്ടിൽ വയ്ക്കുമ്പോൾ ഹാങ് ചെയ്യണേലും ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും എങ്ങനെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ. ഇതൊക്കെ ഹാങ്ങിങ് വേണ്ട. ഈ കാണുന്നത് ഫുള്ള് ഹാങ്ങിങ് വേണ്ടകളാണ് കേട്ടോ. ഇത് പക്ഷേ ഇത് മൊക്കാറിന്. ഇതൊക്കെ ഹാങ്ങിങ് വേണ്ട കേട്ടോ. നിങ്ങൾ ഈ വിഷയിലൊന്ന് കാണും കേട്ടോ. ഇത് ടെറൈറ്റി വേണ്ട, ഇതൊക്കെ മൊക്കാറ. ഇവിടം വരെയാണ്. ഇതൊക്കെ ഹാങ്ങിങ് വേണ്ടകളാണ് കേട്ടോ. കാണിച്ചോ, കണ്ടില്ലേ? ഇവിടെ ഒന്നും ഇപ്പോൾ പൂക്കൾ കുറച്ച് കുറവാണ്. കാരണം പൂക്കളുള്ള ചെടികൾ സെയിലിന് ആദ്യം ഞാൻ പൂക്കളുള്ളത് സെയിൽ ചെയ്തിരുന്നില്ല. പിന്നെ അകലേന്നൊക്കെ കസ്റ്റമർ വരുമ്പോൾ അവർ നിർബന്ധം പറയണ് അവർക്ക് ഇങ്ങനെ പൂക്കളുള്ള ചെടി തന്നെ കിട്ടണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പൂക്കളുള്ള ചെടികളും സെയിൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ ഗാർഡൻ്റെ ഭംഗി കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി. ഗാർഡൻ്റെ തന്നെയല്ല കേട്ടോ, എൻ്റെയും ഭംഗി കുറഞ്ഞു. ഞാൻ കളറൊക്കെ പോയി. ഈ വെയിലത്തല്ലേ ഞാൻ നടക്കണേ. കസ്റ്റമറൊക്കെ നല്ല 12 മണി നേരം 1 മണി നേരത്തെ വരണം. ഈ വെയിലും കൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ വയസ്സായില്ലേ, നമ്മുടെ ഭംഗിയൊന്നും നമ്മൾ നോക്കണില്ല. ചെടിയുടെ ഭംഗി മാത്രമാണ് ഇനി എൻ്റെ ഒരു എന്താ പറയണ്ടേ ആഗ്രഹം. അപ്പോൾ ചെടിയൊക്കെ ഭംഗിയാവട്ടെ. ഇനിയിപ്പോൾ എൻ്റെ ഭംഗിയൊക്കെ പോട്ടെ. ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലെങ്കിലും പൂക്കൾ കാണുമ്പോൾ അതൊന്നും അല്ല, പൂക്കളാണ് വലുതെന്ന് തോന്നുന്നു. ആ സന്തോഷം വേറെ ഒന്നിലും കിട്ടണില്ല. അല്ല, ചിലർ പറയാറുണ്ട് അതി വീഡിയോയിൽ കാണുന്ന പോലെയല്ല ചേച്ചിയെ ഇവിടെ വന്ന് കാണുമോ. അപ്പം ഞാൻ പറയും, മോളെ അതുപോലെ ഭംഗി പിടിപ്പിച്ച് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല ഈ ഫീൽഡിൽ. അപ്പോൾ ഇപ്പം എൻ്റെ ഭംഗിക്ക് ഞാനൊരു പ്രസക്തി കൊടുക്കണില്ല, പൂക്കളുടെ ഭംഗിക്കാണ് മുൻതൂക്കം കൊടുക്കണേ എന്ന് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ വെയിലും കൊണ്ടൊക്കെ നടക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതേപോലെ മനോഹരമായൊരു ഗാർഡൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾക്ക് പ്രായമൊക്കെ ആവണവർക്ക് തീർച്ചയായിട്ടും ഈ ചെടിയും പൂക്കളൊക്കെ പരിചരിച്ച് വരുമ്പോൾ എന്തുമാത്രം മെൻ്റലി നമ്മൾ ഹാപ്പി ആവണമെന്നറിയോ. ടെൻഷനൊക്കെ പോയി വേറെ ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നിനും സമയമില്ല. ഇത് മാത്രമാണ്. ഇതിലെങ്ങനെ പൂവുണ്ടാക്കാം, എങ്ങനെ ഭംഗി വെപ്പിക്കാം, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. വേറെ ഒന്നിനും നമ്മൾ ഒരു ചെവി കൊടുക്കണില്ല. ഇപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ വേൻ്റെയൊക്കെ. ഇത് കണ്ട എന്താ ഭംഗി. ഇങ്ങനെ കേടായ ഫ്ലവറൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഗാർഡൻ വൃത്തിയായിട്ട് വെച്ചോളൂ കേട്ടോ. അപ്പോഴാണ് പൂക്കൾക്ക് ഭംഗി. ഇങ്ങനെ കേടായത് നിൽക്കുമ്പോൾ പൂക്കൾക്ക് ഭംഗിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഡെയിലി നോക്കിയിട്ടൊന്ന് കളയാം. നല്ലോണം ഗാർഡൻ നോക്കണവർക്ക് എപ്പോഴും പണിയുണ്ട് ഗാർഡനിൽ.
നല്ല വൃത്തിയിൽ ഗാർഡൻ കൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പൊട്ടിച്ച മുട്ടാണ്. ഇത് കേടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പ്രാണി ഉണ്ടാവും. അപ്പോൾ അതിനെ പൊട്ടിച്ചിങ്ങായിട്ട് അവിടെ ഇവിടെ ഇടരുത്. നിങ്ങൾ ഒരു ഡ്രമ്മിൽ വെള്ളം കിട്ടുക, ഒരു ഡ്രമ്മിൽ വെള്ളം കലക്കിയിട്ട് അതിൽ കുറച്ച് എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് നല്ല കട്ടിയിൽ ഒഴിച്ചിട്ട് അതിലിട്ട് വയ്ക്കാതെ, അപ്പോൾ അത് ചത്തുപൊക്കോളും. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ടാൽ പിന്നെയും ആ പ്രാണി ഇങ്ങനെ ഇതാവും, നിറയും. വേസ്റ്റ് ഇലകൾ പൊട്ടിച്ചിടാൻ ഒരു ബക്കറ്റ് ഞാനിവിടെ കൊണ്ടുവച്ചു. ഇത് കണ്ട, ഇത് ഇത്തിരി ഇൻസെക്ടിസൈഡ്, ഇത് നഗാട്ടയാണെന്നുകൊണ്ട് കലക്കി വെച്ചേക്കാണ്. എന്നിട്ട് ഈ കേടായ മുട്ടിനെ മുഴുവനും ഇതിൽ പൊട്ടിച്ചിടുക. കാരണം ഇപ്പോൾ മുട്ടുകേട് ഭയങ്കരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഓർക്കിഡിൽ ഏറ്റവും അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ മുട്ടുകേടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രാണി ഉണ്ടാവും, അത് വന്നിരുന്ന് ഈ മുട്ടിനെ മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് കേടായ മുട്ട് ഡെയിലി നോക്കുക. ഒന്നല്ലെങ്കിൽ തീയിട്ട് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് എളുപ്പപ്പണി ഇപ്പോൾ ഇതാ ഒരു ബക്കറ്റിൽ കുറച്ച് ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ഇത്തിരി ഡോസ് കൂട്ടി ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ ഇട്ട് വയ്ക്കുക. ഡെയിലി ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അത് കൊണ്ട് കളയുക, വേറെ ആദ്യം കൊണ്ടുവയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മുട്ടുകേടിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കാം. ഈ സൈഡൊക്കെ എൻ്റെ ഡാൻഡ്രോബിയം. പക്ഷെ ഇപ്പോൾ സെയിലുള്ള കാരണം പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങി. ആദ്യം ഫ്ലവറുള്ള പ്ലാന്റ് കൊടുക്കാറില്ല, ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഡിസ്പ്ലേ ഇത്തിരി ചന്തം കുറയുന്നുണ്ട്. സാരമില്ല, എന്നാലും ചെടി ആഗ്രഹിച്ച് വരുമ്പോൾ പിന്നെ നമ്മളത് നോ പറയുമ്പോൾ അവർക്കും അതത്ര സുഖിക്കണ കാര്യമല്ല. അതെ, ടിസ്റ്റുകളുടെ ഭംഗി കാണണമെങ്കിൽ ഇതൊക്കെ കാണട്ടെ. ടിസ്റ്റൊക്കെ ഇതേപോലെ പൂവുണ്ടാവും. വേണ്ട, നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മൾ വേറെ എവിടെയും പുറത്തൊന്നും പോയി ഗാർഡൻ കാണണ്ട. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് തായ്ലൻഡിലും സിംഗപ്പൂരും ഒക്കെ ഉള്ള ഗാർഡൻ പോലെ നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു സ്ഥലത്തേക്കും പോകേണ്ട ആവശ്യമില്ല. ഫ്ലവർ ഷോ കാണാനും പോകണോണ്ടല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് എന്നും നല്ലൊരു ഗാർഡൻ ആസ്വദിച്ച് വീട്ടിലിരിക്കാം. ചെടികളുടെ ഭംഗിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല നല്ല ചെടികൾ വരുന്ന കസ്റ്റമർ എടുത്തിട്ട് പോകും. ഇപ്പോൾ എനിക്കും കിട്ടാതായി തുടങ്ങി നല്ല സ്റ്റോക്കൊക്കെ. കാരണം നന്നായിട്ട് 3-4 കൊലയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ചെടികളാണ് ഓരോരുത്തരും വാങ്ങിക്കൊണ്ട് പോകണേ. അപ്പോൾ എൻ്റെ ഡാൻഡ്രോബിയൻ സൈഡിൻ്റെ ഭംഗി കുറേശ്ശെ ഡൗൺ ആയി തുടങ്ങി. വിഷമമുണ്ട്, എന്നാലും സാരമില്ല. ഇപ്പം ഞാൻ കുറച്ച് ചകിരി നാരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് ഉണങ്ങാണ്ടിരിക്കണം. അധികം ഇടരുത്, ഒരു 3/4 ഭാഗം കരിയിടുക. എന്നിട്ട് കുറച്ച് ചകിരി നാര് വയ്ക്കാതെ ഇങ്ങനെ ഇത്രയ്ക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 കരി കഷ്ണം കൂടി കയറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാലേ കാക്കിയും കിളിയൊക്കെ ഇത് എടുത്തിട്ട് പോകും, ഞാര് കൊത്തി വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇനിയിപ്പോൾ ചൂടല്ലേ വരണേ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ചകിരി ഞാര് കൊടുത്തേക്കണേ. ചകിരി പൊടിയൊന്നും ആരും തെറ്റിദ്ധരിച്ച് ഇടരുത്, വെറും അതിൻ്റെ ഫൈബർ മാത്രം. അപ്പോൾ പിന്നെ അത് അധികം വെള്ളവും പിടിക്കില്ല, ചീച്ചലും വരില്ല. കുറച്ച് ഒരു ലേശം ഇട്ടാൽ മതി, അധികമൊന്നും ഇടണ്ട. ആ വേരിനെ ഒരു എന്താ പറയേണ്ട ഒരു കവചം പോലെ ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 കരിയിടുക. അത് ഇപ്പോൾ ഇനിയത്തെ കാലാവസ്ഥ ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഇനിയൊരു മാറ്റം, നിങ്ങളുടെ സംശയങ്ങൾ ചെടി മഞ്ഞയ്ക്കണമെന്ന്. ചെടി മഞ്ഞയ്ക്കണതിൻ്റെ കാരണം മഴ കഴിഞ്ഞ് വരുന്ന വെയിലത്തും ചെടി മഞ്ഞയ്ക്കും. വെയിൽ കഴിഞ്ഞ് മഴ വരുമ്പോഴും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ഇലകൾ മഞ്ഞയ്ക്കും. അപ്പോൾ നിങ്ങൾ മഴക്കാലത്തിന് മുന്നായിട്ട് ഫംഗിസൈഡ് എന്തായാലും കൊടുക്കുക കേട്ടോ. മഴക്കാലം വരുമ്പോൾ മഴക്കാലത്തിൻ്റെ 1 മാസം മുന്നേ തൊട്ട് നിങ്ങൾ ഫംഗിസൈഡ് കൊടുക്കണം. ഓർഗാനിക് വളങ്ങളും സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ ഒരു മെത്തേഡ്. കാരണം ചെടികളെ ഒന്ന് ചീച്ചലിൽ നിന്ന് രക്ഷിക്കാൻ. മഴക്കാലത്ത് എന്തായാലും നിങ്ങൾ 10 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് കൊടുത്തോളൂ എന്തായാലും, അല്ലെങ്കിൽ ഫംഗൽ അറ്റാക്ക് വരും കേട്ടോ. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞിട്ടുള്ള വെയിലത്ത് ഇലകൾ കംപ്ലീറ്റ് മഞ്ഞയ്ക്കുന്നുണ്ട്. അതുപോലെ നല്ല വെയിൽ കഴിഞ്ഞ് ഇപ്പോഴത്തെ ന്യൂനമർദ്ദം വരുമല്ലോ,
അപ്പോഴും ഇല മഞ്ഞയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പേടിക്കണ്ട, അത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഫംഗിസൈഡ് ഇടയ്ക്ക് കൊടുക്കുക. ഈ ഇല മഞ്ഞക്കിൽ പിന്നെ ചിലവർക്ക് സംശയമുണ്ട്. സാധാരണ ഓർക്കിഡിൻ്റെ ഒരു ക്യാരക്ടറാണ് ഈ ഇല അതിങ്ങനെ ചെറിയൊരു പുള്ളി കുത്ത്, കറുത്ത കുത്ത്. ഇത് അധികം ഉള്ളതൊക്കെ ഇല വെട്ടി നശിപ്പിക്കുക, ഇല വെട്ടിക്കളയുക. ആ കേടായ ഇലകൾ ഇതെങ്ങനെയൊക്കെ മുള്ള കണ്ട, ഞാൻ വെറുതെ നിൽക്കില്ല ഇങ്ങനെ കണ്ട, ഇതൊക്കെ നുള്ളിക്കളയുക. പിന്നെ ഈ കറുത്ത ഇലകൾ കാണുന്നത് നിങ്ങൾ വെട്ടിക്കളയുക. സാധാരണ ഓർക്കിഡിനൊരു തുമ്പ് കരിച്ചിലും ഒരു ഇലയും ഒരു കറുത്ത കുത്തും ഇതൊക്കെ സാധാരണ വരണ ഒരു ഇതാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റണത് ഇത് അടിക്കുക, ഫംഗിസൈഡ് അടിക്കുക. പിന്നെ അത്യാവശ്യം നനയ്ക്കുക, അത്യാവശ്യം വളം കൊടുക്കുക, അത്യാവശ്യം അതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻറ്റ് ഫുഡുകളും കൊടുക്കുക. പ്രത്യേകിച്ച് മാഗ്നീഷ്യം, കാൽസ്യം, ബോറോൺ ഇതൊക്കെ കൊടുക്കുക കേട്ടോ. ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ പൂവിൻ്റെ മുട്ട് ശരിക്കും വിരിയില്ല, ഷേപ്പ് ശരിക്കും വരില്ല. അപ്പോൾ അത്യാവശ്യം ബോറോൺ കൊടുത്തോളൂ കേട്ടോ. ഈ സൂക്ഷ്മ മൂലകങ്ങൾ ഇതിന് ഭയങ്കര അത്യാവശ്യമാണ്. കാര്യം അത് കുറച്ചേ വേണ്ടൂ, എന്നാലും അത് വേണം. എന്നാലാണ് അതിന് മറ്റുള്ള ചെടികളുടെ ഫെർട്ടിലൈസറൊക്കെ വലിച്ചെടുക്കാനും ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളം നിങ്ങൾ ഒരു ന്യൂട്രിയൻ ഫുഡ് നിങ്ങൾ എപ്പോഴും കൊടുത്തോളൂ. അതിലിപ്പോൾ ഞാൻ കൊടുക്കണത് 20+20+20+ TE. ആ TE എന്ന് പറയുന്നതാണ് ഈ സൂക്ഷ്മ മൂലകങ്ങൾ. അപ്പോൾ അതും കൂടി കൊടുക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ 15 ദിവസം കൂടുമ്പോൾ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക, കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക, ബോറോൺ അടങ്ങിയ വളം അത് കിട്ടും നമുക്ക് കടയിൽ, അതൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഈ കൊടുത്തത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട, പലതും മാറി മാറി കൊടുക്കുക. ഞാൻ വേനൽക്കാലമായാൽ ഓർഗാനിക് എനിക്ക് സാധിക്കാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കൊടുക്കും. പക്ഷേ വളങ്ങൾ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ആഴ്ചയിൽ 2-3 വളം കൊടുക്കണവർ അത് മൈന്യൂട്ടായിട്ട് കൊടുക്കുക, വളരെ ഡോസ് കുറച്ച്. അത് നല്ലതാണത്, ഡോസ് കുറച്ച് കൊടുക്കുക. ഒരിക്കലും കുറഞ്ഞാലും കുഴപ്പമില്ല, കൂട്ടി കൊടുക്കരുത് കേട്ടോ. കൂട്ടി കൊടുക്കുമ്പോഴാണ് ഈ അതുകൊണ്ടും ഇല മഞ്ഞയ്ക്കും. വെയിലധികം ശക്തിയിൽ വന്ന ഇല പൊള്ളും, വളം അധികം കൂടിയാലും ഇല മഞ്ഞയ്ക്കും. ഇതുകൊണ്ടൊക്കെ മഞ്ഞളിപ്പ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗമാണ് കേട്ടോ എൻ്റെ ഡാൻഡ്രോബിയം. ഇപ്പം ഞാൻ ഇത് വലിയ എന്താണ് ഫാമിലി പ്ലാസ്റ്റിക്കാണ്, അതിൻ്റെ വൈറ്റ് ചട്ടി മേടിച്ചിട്ട് ഞാൻ വലിയ ചട്ടിയിൽ ഇത് ഇങ്ങനെ വലിയ കടകൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായി നിന്നാൽ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് സാധിക്കാവുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ട, ഇതൊക്കെ വലിയ ചട്ടിയിൽ. അപ്പോൾ വലിയ ചട്ടിയിൽ നിങ്ങൾ പോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ അടിയിൽ ഹോളുണ്ടാവും. അതും പോരാ, അടിയിലും ഹോൾ വേണം കേട്ടോ. ഒരു റൗണ്ട് അടിയിലും ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചട്ടിക്ക് നീളം കൂടുതലല്ലേ, ആഴം ഉണ്ട്, അപ്പോൾ എയർ പാസിങ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇതും കൂടി ഹോൾ ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ ഇനി ചേച്ചി പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ചെടി ചീഞ്ഞു പോയി എന്ന് പറയരുത്. അതാണ് ഞാൻ അത് വ്യക്തമായിട്ട് കാണിക്കണേ. കണ്ട, അടിയിലും ഹോളുണ്ട്, സൈഡിലും ഒരു നിര, അത് വലിയ കമ്പി പഴിപ്പിച്ച് ഹോൾ വെച്ചാൽ മതി. അപ്പോൾ ഇതിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് 4-5 കടകൾ സെറ്റ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കട തന്നെ വെച്ച് അപ്പോൾ സമയമെടുക്കും ഇത് ആയി വരാൻ. ചട്ടി മാറ്റണ്ട, ചട്ടി നിറഞ്ഞ് പൂവുണ്ടായി നിന്നാൽ നല്ല ഭംഗി. അതായത് ഇങ്ങനെ കണ്ട, ഇതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. നിങ്ങൾ ഇതിൽ ശരിക്ക് ഇത് വളർത്താൻ സജീവമായി ഇറങ്ങണമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് എൻ്റേതായ രീതി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇവിടെ വന്ന് നേരിൽ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് ഒന്നും കൂടി നിങ്ങളോട് ഡീറ്റെയിലായിട്ട് ഓരോന്നും ലൈവ് കാണിച്ച് തന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചെയ്യണ എന്തെല്ലാം രീതികളാണ് എന്നുള്ളത്. ഈ സെക്ഷൻ ഏറെക്കുറെ ടിസ്റ്റ് മാൻറ്റിലോപ്പാണ് കേട്ടോ. ഇതൊക്കെ ടിസ്റ്റിൽ പെട്ട ഡാൻഡ്രോബിയങ്ങളാണ്. ഓക്കെ, എനിക്ക് എന്താണാവോ എനിക്കറിയില്ല, ടിസ്റ്റിനോട് എനിക്ക് ഭയങ്കര
ഇഷ്ടമാണ്. കാരണം ടിസ്റ്റ് 5 മാറും കൊലകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണത് കാണണ്ടേ. അതിൻ്റെ ആ മുട്ടൊക്കെ കാണിച്ചേ കണ്ട. നമ്മൾ വളം ചെയ്ത് വരുമ്പോൾ ഓരോ ബഡ് വരുന്നതിൻ്റെ സ്ട്രോങ് കണ്ട, അത് എത്ര പവർഫുള്ളായിട്ട് അത് നിൽക്കണേ നോക്കി. ഇതൊക്കെ ടിസ്റ്റുകളാണ് കേട്ടോ. ടിസ്റ്റുകൾ ഞാൻ അധികം അങ്ങോട്ട് സെയിൽ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ വില കൂടുതലാണ്. പിന്നെ ഞാൻ വളർത്തി ചെയ്ത് വലിയ 2 വർഷം 3 വർഷമൊക്കെ എത്തി വളർത്തിയിട്ട് ഞാൻ വില പറയുമ്പോൾ കസ്റ്റമറിന് തോന്നും ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് കാരണം ടിസ്റ്റ് ഞാൻ അധികം അങ്ങോട്ട് എൻ്റേതായ ഗാർഡനിലേക്ക് എടുക്കുന്നല്ലാതെ സെയിലിന് അധികം എടുക്കില്ല. എന്ന് വെച്ചാൽ നമ്മളത് വളർത്തി ഉണ്ടാക്കി പൂവാക്കി വരുമ്പോൾ നമുക്ക് കോസ്റ്റ് അങ്ങോട്ട് പറ്റണില്ല. ഡാൻഡ്രോബിയത്തിനൊക്കെ മുട്ടുകേട് വന്നൊരു 4 ദിവസം ഇടവിട്ട് കണ്ടിന്യൂസ് മരുന്നടിക്കുക. ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് അടിക്കുക. നഗാട്ടയോ അല്ലെങ്കിൽ പിന്നെ എന്തിട്ടാണ് കരാട്ട എന്ന് എന്തൊക്കെയോ പേരുണ്ട്, കുറച്ച് പേരുകളുണ്ട്. അതെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല പറയാൻ. അതൊക്കെ അത് കടക്കാരോട് ചോദിക്കുക എത്ര ml വീതം അടിക്കണമെന്ന്. കാരണം ഓരോന്നിനും ഓരോ തരം അളവല്ലേ. ഞാനത് ഒരെണ്ണത്തിൻ്റെ അളവ് മാത്രം പറഞ്ഞത് ശരിയാവില്ല. എന്നിട്ട് അത് 4 ദിവസം കൂടുമ്പോൾ നിങ്ങൾ അടിക്കുക. അടിച്ചിട്ട് പിന്നീട് നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസം ആക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഏറ്റവും നല്ല മാർഗം പ്രാണി വരാതിരിക്കാൻ ഈ വേപ്പെണ്ണ നല്ലതാണ്. വേപ്പെണ്ണയും ലിക്വിഡും സോപ്പ് ലിക്വിഡും കൂടി കൂട്ടി അത് ഞാൻ അടിക്കണത് 5 ml വേപ്പെണ്ണ, 5 ml ഡിഷ് വാഷ്, അത് കൂട്ടി ഇടയ്ക്ക് വൈകിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ തോട്ടത്തിലേക്ക് ഈ പ്രാണികൾ അതിൻ്റെ മണം അവർക്ക് ഇഷ്ടമല്ല. അത് പ്രാണി ചാവൊന്നുമില്ല, പക്ഷെ വരാതിരിക്കും. അത് നല്ലതാണ് വേപ്പെണ്ണ കേട്ടോ. അത് ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ അതും ഒന്ന് അടിച്ചു കൊടുത്തു. അത് പിന്നെ നമുക്ക് ദോഷമില്ലല്ലോ. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ഞാൻ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാണി ശല്യം കുറച്ച് കുറയും. ഇവിടെ വരവ് ആ മണം ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമാണ് പ്രാണികൾക്ക്. അത് പ്രത്യേകിച്ച് ഒരു മഞ്ഞ വണ്ടുണ്ട്, അത് വന്ന് മുട്ടയിടുന്നതാണ് ഈ ചെടികളെ മുഴുവൻ നശിപ്പിക്കണേ. അത് വന്ന് ഈ പൂവിൻ്റെ ഉള്ളിലിരുന്ന് അതും പറഞ്ഞ് ഒക്കെ നശിപ്പിക്കുക. അത് കേടായ പൂക്കളൊക്കെ ഇന്ന് അടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. അത് നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി പോവും. ഇത് കേടല്ല. ഇതൊക്കെ ആൻറ്റിലോപ്പാണ് കേട്ടോ ഈ നിൽക്കണത്. ആൻറ്റിലോപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് സെയിലിന് ആൻറ്റിലോപ്പ് എടുക്കാറില്ല. എന്നുവെച്ചാൽ ഈ വിലയാണ്. ഞാൻ എടുക്കണവർ എനിക്ക് നല്ല വിലയ്ക്കാണ് തരണേ. നല്ല കടകളാണ്, പക്ഷേ വില പറയുമ്പോൾ പിന്നെ കസ്റ്റമറിനും ചേച്ചിയുടെ അവിടെ ഭയങ്കര വിലയാണെന്നാണ് അല്ലെങ്കിൽ അതിനെ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ നല്ല ചെടി കിട്ടിയെന്ന് പറയില്ല, വില കൂടുതലാണെന്ന് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻറ്റിലോപ്പ് പിന്നെ എൻ്റേതായ കുറേ കളക്ഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കൊരു 100-150 ആൻറ്റിലോപ്പ് തന്നെ ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഇതൊക്കെ ടിസ്റ്റുകളാണ് കേട്ടോ. അതിൽ കുറച്ച് കാണുന്നതൊക്കെ ടിസ്റ്റ്. ഇതൊക്കെ 4 മാസം നിൽക്കും ഇതിൻ്റെ ഫ്ലവർ. ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെടി വാങ്ങണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വന്ന് കാണുക എങ്ങനെ ഞാനിത് മാനേജ് ചെയ്യണു, ഇത്രയും ചെടികൾ, അതൊക്കെ നിങ്ങൾ നേരിൽ വന്ന് കണ്ടൊന്ന് അറിഞ്ഞാൽ താല്പര്യമുള്ളവർ നല്ലതാണ്. നീ വന്നു എന്ന് കരുതി ചെടി വാങ്ങണമെന്നൊന്നും ഇല്ല. എൻ്റെ തോട്ടത്തിൽ നിന്ന് നല്ല ചെടി പോകുമ്പോൾ എനിക്ക് വിഷമമാണ്, അയ്യോ അത് പോയില്ലോ എന്ന് അങ്ങനെ ചിന്തിക്കണ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇതേപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ. കുറേ 2-3 ഒരു ഇങ്ങനെ ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് വന്ന് കണ്ടുപോയി. 10-20 പേര്
ഒരുമിച്ച് വന്ന് ഇറങ്ങി കണ്ട് ഇതേപ്പറ്റി അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കണ ഓർഗാനിക്കിനെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ സന്തോഷമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ അകലുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. ഞാൻ പറയും, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് വായോ, എന്നിട്ട് എന്നാൽ അറിയണ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ചിലവർക്ക് അതൊരു ഇതുണ്ട്, ഇനി ചെടി വാങ്ങിയില്ലെങ്കിലൊന്നും ഒരിക്കലും അങ്ങനെ ഒരു വിഷമം എനിക്കില്ല കേട്ടോ. ഇപ്പോഴത്തെ വലം കൈ എല്ലാ ചെടി എടുക്കൽ വെക്കൽ അറേഞ്ച്മെൻറ്റ് പൂ കഴിഞ്ഞത് സ്റ്റാൻഡുമ്പോൾ ഇറക്കണത് രവി എൻ്റെ എന്നേലും പ്രായം കുറവാന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ ആൾ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയണ്. എനിക്ക് മുന്നത്തെ ഒരാൾ പോയി, പകരം അതിലും നല്ലൊരാൾ എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത്രയും പ്രായത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരന് കിട്ടിയത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി. ആൾ രാവിലെ 6 മണിയാകുമ്പോൾ വരും, പിന്നെ വൈകിട്ട് 7:30 പോവുക. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി എനിക്കത്. രവിന്ന് പേര്. ഇതാണ് ഞാൻ നനയ്ക്കുന്ന സ്റ്റൈൽ കേട്ടോ. ഇതാണ് നന, വൈകിട്ടുള്ള എൻ്റെ നനയുടെ ടൈമാണിത്. അപ്പോൾ ഇതിങ്ങനെ നനയ്ക്കും. രവി പൂവുമ്മയ്ക്ക് വെള്ളാക്കരുത് കേട്ടോ. പൂവ് വെള്ളാക്കാതെ ലീഫ് തണ്ട് ചട്ടിയുടെ പോട്ട് നനയ്ക്കും. ഇതാണ് നന കേട്ടോ. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ കോണിൽ സെറ്റ് ചെയ്തിട്ട് ഒരു പച്ച നെറ്റ് കെട്ടി കൊടുക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ. എന്നിട്ട് 2 നെറ്റ് ഉണ്ടായില്ല, അതൊന്ന് ഷെയ്ഡ് നെറ്റ്, അതല്ല മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച നെറ്റ് കാണില്ലേ, അത് കെട്ടിക്കൊടുത്തിട്ട് കോണിൽ ഇങ്ങനെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഇടാം. അപ്പോൾ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ കണ്ട, ഇങ്ങനെ ഒരു കോൺ എന്നിട്ട് ഇതുമൊരു ഹുക്ക് പിടിപ്പിക്കുക. ഇതിങ്ങനെ കണ്ട ഒരു ഹുക്ക് കണ്ടതുമേ, ഇതൊക്കെ എനിക്ക് എൻ്റെ ഹെൽപ്പർ ചെയ്തു തരുന്നതാണ്. ഹുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നിസാരാണ്, ചെറിയൊരു പണിയുള്ളൂ ഈ ഹുക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കണ്ടാതെ ഇങ്ങനെ ഒരു ഹുക്ക്. അപ്പോൾ ഈ സ്ഥലക്കുറവുള്ളവർക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തത് ഇങ്ങനെ കൊളത്തിയിടും. അപ്പോൾ നമുക്ക് എടുക്കാനും വെച്ച് കെട്ടുമ്പോൾ പിന്നെ എടുക്കേണ്ടി വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ സൗകര്യമായിരിക്കും. കണ്ട ഹുക്ക്, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എടുക്കാം, പെട്ടെന്ന് കൊളുത്താം. പച്ച നെറ്റ് കേട്ടോ, ഇത് ഇങ്ങനത്തെ പച്ച നെറ്റ്, ഇത് അധികം വിലയൊന്നുമില്ല. അപ്പോൾ 3-4 ഇത് കൊടുക്കുക, അങ്ങനെ എന്താ പറയുക ആംഗ്ലെയർ കൊടുക്കുക. എന്നിട്ട് അതുമ്മ ഇങ്ങനെ വലിച്ച് കെട്ടുക. എന്നിട്ട് അതുമ്മ നമുക്ക് ഇഷ്ടം പോലെ തൂക്കിയിടാം. കണ്ട ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡാൻഡ്രോബിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ
കോൺ എടുക്കുക. എന്നിട്ട് കുറച്ച് ഞാൻ കാണിച്ചു തരാം. വേണ്ട, കുറച്ച് കരി ഇടുക അടിയിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പ്ലാന്റ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരി നാരും വെക്കുക. അപ്പോൾ നല്ല സെറ്റായി കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒരു 7-8 മാസം കഴിഞ്ഞ പ്ലാന്റുകളത് കേട്ടോ. ഇങ്ങനെ വെക്കുക. അപ്പം നല്ല ഭംഗിയിൽ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ ഇങ്ങനെ ഇടാം കേട്ടോ. കോണിൽ നല്ല എയർ പാസിങ്ങാണ്, പെട്ടെന്ന് വേരും പിടിക്കും. നല്ല എയർ സർക്കുലേഷൻ അല്ലേ. പിന്നെ എന്താ കോൺ അധികം ലാസ്റ്റ് ചെയ്യില്ല, കുറച്ച് നാൾ. പിന്നെ എത്രയല്ലേ വിലയുള്ളൂ, നമുക്കത് മാറ്റി രണ്ടാമതൊന്ന് ചെയ്യാം. അതിനിപ്പോൾ ഇത്രയ്ക്കേ കാര്യമുള്ളൂ, അധികം വിലയൊന്നുമില്ലല്ലോ. ഇത് ഫുള്ള് ഹാങ്ങിങ് വേണ്ട കേട്ടോ. ഇത് ഫുള്ള് ഞാൻ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഒരു ചട്ടിയിൽ 2 എണ്ണം വെച്ച് വെക്കുന്നുണ്ട്. അത് ഭംഗിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2-3 കാരണമുണ്ട്. ഒന്ന്, ചെടി കുറേ നമുക്ക് ഒരേപോലത്തെ 2 എണ്ണം വെച്ചാൽ 2 കൊല പൂവുണ്ടാവും, ഒരു കാര്യം. പിന്നെ പൂവ് വിരിയുമ്പോൾ ഈ പൈപ്പും ഇങ്ങനെ ഞാൻ ഒരു പൈപ്പ് വെക്കും, അതൊന്ന് സ്ട്രോങ് ആയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൈപ്പിൻ്റെ അത് മറഞ്ഞു. 2 പ്ലാന്റ് വയ്ക്കുമ്പോൾ പൈപ്പിനെ കാണില്ല, ചെടീനെ കാണുള്ളൂ. പിന്നെ വലിയ കൊല പൂവ് വരുമ്പോൾ ഒരു സപ്പോർട്ട്, ഇങ്ങനെ തെങ്ങ് വലിച്ച് കെട്ടണ ഒരു കമ്പിയുണ്ട്, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഈ പൂങ്കൊലേനെ ശരിക്കും ഒന്ന് ആടാണ്ട് നന്നായിട്ട് കെട്ടി വയ്ക്കാൻ പറ്റും. അങ്ങനെ 1-2 കാര്യങ്ങളുണ്ട് ഇങ്ങനെ വേണ്ട സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് കേട്ടോ. അതെ, ആ പഴയ വേരൊക്കെ വെട്ടിക്കളയുക, എന്നിട്ട് വെച്ചാൽ പെട്ടെന്ന് റൂട്ട് വന്നോളും. ഇതൊക്കെ വേണ്ടകളാണ്, ഫുൾ വേണ്ടയിരിക്കണേ കണ്ട. ഇപ്പോൾ ഞാൻ UV ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു 50% ഷെയ്ഡ് നെറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഷെയ്ഡ് നെറ്റ് ഇല്ലാതെ പറ്റില്ല, ചെടി മുഴുവൻ പൊള്ളുക. ഫ്രണ്ടിൽ ഞാൻ കെട്ടിയിട്ടില്ല, കെട്ടാൻ പോവാണ്. അത് ആ വേണ്ടകൾ പൊള്ളുന്നുണ്ട്. അപ്പോൾ 50% ഷെയ്ഡ് നെറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഞാൻ. ഇതൊക്കെ ഫുള്ള് വേണ്ടകളാട്ടോ കണ്ട. ഇവിടുന്ന് ബഡ് വിരിയണതാണ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ട് ഡിസ്പ്ലേക്ക് വെക്കണേ. ബഡ് കണ്ട അതിലൊക്കെ. അത് അപ്പോൾ അവിടുത്തെ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. ചില വേണ്ടകൾ കുഞ്ഞൻ വേണ്ടകളാണ്, പക്ഷെ നല്ല വിലയുണ്ട്. പക്ഷെ നല്ല ഭംഗിയാണ്. ത്രൂ ഔട്ട് ഫ്ലവർ വരുന്ന വേണ്ടകളാണ് ഇത് ഇരിക്കണതൊക്കെ കണ്ട. അത് നമുക്ക് കാണുമ്പോൾ കുഞ്ഞനായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ ഫ്ലവർ നല്ല അവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെയൊക്കെ ഫ്ലവർ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇത് ഫുള്ള് ടെറൈറ്റി വേണ്ട, ഏതാനും ടെറൈറ്റി വേൻ്റെയും മൊക്കാറയും കണ്ട. ഇതൊക്കെ എൻ്റെ മദർ പ്ലാന്റുകളാണ്. ഈ സൈഡ് ഈ സെക്ഷനൊക്കെ ടെറൈറ്റി വേണ്ട കണ്ട. എല്ലാം സ്റ്റാൻഡുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് ഏതാനും എണ്ണത്തിൽ ഒരെണ്ണത്തിൽ 2 എണ്ണം വീതമുണ്ടാവും. ഇതും UV ആണെങ്കിൽ ഇപ്പോഴത്തെ മഴ, ഈ ന്യൂനമർദ്ദമൊക്കെ വന്നിട്ടുള്ള മഴയത്ത് ചിലപ്പോൾ ഇത് കൂമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെ UVയുടെ അടിയിൽ വെച്ചതും ചൂട് ക്രമീകരിക്കാൻ 50% ഒരു നെറ്റ് കൊടുത്തേക്കണത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കയ്യിലൊരു 10,000 പ്ലാന്റോളം ഞാനിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ 5:30 ഇറങ്ങും, പിന്നെ കയറുന്നത് 10 മണി 10:30 ആയിട്ടാണ്. വൈകിട്ടൊരു 3:45 4 മണി ആവാൻ കണ്ടിറങ്ങും. പിന്നെ കയറുന്നത് തോട്ടത്തിൽ നിന്ന് കയറുന്നത് 7:30. അപ്പോൾ എൻ്റെ ലൈഫ് മൊത്തം ഏറെക്കുറെ ഇതിൽ തന്നെയാണ്. ഇതന്നെ ഒരു സന്തോഷം എനിക്ക്. പൂ കണ്ട് ഇങ്ങനെ നിൽക്കുക, ആസ്വദിക്കുക, ഇതിൻ്റെ പരിചരണങ്ങൾ. ഇപ്പോൾ ഇത്രയും പ്രായമായില്ല, ഇനിയിപ്പോൾ വേറെ ചിന്തയൊന്നുമില്ല. അപ്പോൾ മക്കളൊക്കെ പുറത്താണ്, ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വിരസത അകറ്റാനായിട്ട് ഉള്ളൊരു മെയിനായിട്ടുള്ള പരിപാടിയാണ് ഇത്. ഇനി ഇത് ഹാങ്ങിങ് ബാൻഡ് അതേ കുറച്ച് ഹാങ് ചെയ്തിട്ടുണ്ട്. ഞാൻ വരണവർക്ക് അത് എങ്ങനെയാണ് ചിലർ ഹാങ്ങിങ് ബാൻഡ് പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ഇതേ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. രണ്ട് രീതിയിലും ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇടണേലും ഇഷ്ടം ചട്ടിയിൽ പോട്ട് ചെയ്യണത്. അതാണ് ഞാൻ ഏറെക്കുറെ അധികം ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചേക്കണേ. ചട്ടിയിൽ പോട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും വേരും വരുന്നുണ്ട്. അത് മൊക്കാറ പോലെ ആവും ഒടുവിൽ. സ്റ്റെമ്മിൽ റൂട്ട് വന്ന് ഈ വാൻഡകളൊക്കെ മൊക്കാറ സ്റ്റൈലിലേക്ക് ആവും.
ഇതെൻ്റെ ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് കേട്ടോ. മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, പിന്നെ എൻ്റെ പച്ചമുളക്, റോസ്, ഇങ്ങനെ തക്കട തരികട ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളെ ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഉണ്ടാക്കണ ഓർഗാനിക് വളങ്ങളെ പറ്റി പറയാനാണ് കേട്ടോ. ഈ അടുക്കള സ്ലറി, അടുക്കളയിൽ ഉണ്ടാവണ എല്ലാ സാധനങ്ങളും ഞാൻ ഡബയിലിട്ട് വെച്ച് അത് നിറയുമ്പോൾ അത് അരിച്ച് ഇങ്ങനത്തെ വീപ്പകളിലാക്കി വെക്കും. കണ്ടോ, ഇങ്ങനെ ആക്കി വെക്കും. ഇത് കാണിക്കട്ടോ, ഇത്രയും പോകുന്ന ഡ്രമ്മുകളിൽ അത് അരിച്ച് ആക്കി വെക്കും. ഇതിപ്പോൾ ഇത്രയും അധികം സ്റ്റോക്ക് വന്നത് മഴക്കാലത്ത് പിന്നെ ഞാൻ ഓർഗാനിക് അടിക്കില്ലല്ലോ, അപ്പോൾ അത് ഒരുപാട് ബാലൻസ് വന്നു. ഇപ്പം ഈ വേനൽക്കാലത്ത് ഞാനിത് ഡെയിലി ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതങ്ങോട്ട് അടിക്കിയത്. ഇതൊക്കെ അടുക്കള വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ വളങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫംഗസ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇത് ഒഴിക്കുമ്പോൾ ഇതിൽ കുറച്ച് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചോ. കാര്യം കെമിക്കലി കൂടെ കൂട്ടി അടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സ്യൂഡോമോണസ്. പക്ഷെ എന്നാലും ഞാൻ ഒരു ചെറിയൊരു തടക്കി സ്യൂഡോമോണസ് കലക്കി ഒഴിക്കും ഫംഗൽ വരാതിരിക്കാനായിട്ട്. പിന്നെ ഒരു 2 കുപ്പി ചൊറുക്കി ഒഴിക്കുക, കുറച്ച് ഈസ്റ്റ് ഇടുക. അപ്പോൾ ഏറ്റവും നല്ലതാണ് ഈസ്റ്റ്, ചൊറുക്ക, സ്യൂഡോമോണസ്, ഇത് 3ഉം കൂടി കലക്കി ഓരോ ഡബ്ബകളിലും ഞാൻ ഒഴിക്കും. പിന്നെ മണം വല്ലാണ്ട് വരാണ്ടിരിക്കാൻ ഒരു EML സൊല്യൂഷൻ ഉണ്ട്, ശർക്കര ചേർത്ത് ഒഴിക്കേണ്ടത്, അതും കലക്കി ഇതിലൊഴിക്കുക. അപ്പോൾ ബാഡ് സ്മെല്ല് ഉണ്ടാവും, എന്നാലും കുറച്ച് കുറയും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഓർഗാനിക്കിൽ കൂടെ സ്പെഷ്യലായിട്ട് ഇടുന്നത് കറുകപ്പട്ടയും മഞ്ഞപ്പൊടിയും. അപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല. ഈ വേനൽക്കാലത്ത് ഈ ഓർഗാനിക് വളങ്ങളിൽ കൂടെ 1 ഗ്രാം NPK കൂടി കലർത്തിയിട്ട് ഡെയിലി ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അടിക്കുക. അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് ചെടികൾക്കൊക്കെ. ഇനി ഈ 3-4 മാസം കൊണ്ട് ചെടി പെട്ടെന്ന് ഭാവം മാറും, കാരണം ഇത് കൊടുത്തു തുടങ്ങും. ഈ മഴ നിന്നാൽ ഞാൻ അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഏറ്റവും നല്ലത്. ഇതാണ് എൻ്റെ ഓർഗാനിക് സൂത്രങ്ങൾ കേട്ടോ. അത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കുറേ പേര് പറയും ചേച്ചിയുടെ അവിടെ ഇത് കുറേ വർഷങ്ങളായില്ല എപ്പോഴും ഫ്രണ്ടിൽ ഇങ്ങനെ പൂക്കൾ, പക്ഷേ ബാക്കിൽ ഇങ്ങനൊരു ലോകമുള്ളത് ആരും കാണുന്നില്ല. ബാക്കിൽ ഇങ്ങനൊരു ലോകമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫ്ലവർ കഴിയുക ഇവിടെ കൊണ്ടുവയ്ക്കുക, ഇവിടെ നിന്ന് ഫ്ലവർ വരണത് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക. ഇതാണ് ബാക്കിലെ ലോകം എൻ്റെ. ഈ കാണുന്നതൊക്കെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെയാണ് കേട്ടോ. ആ ഫ്ലവറിങ് ആയിട്ട് നിറയെ നിൽക്കുന്നത് ഗേറ്റ് കടന്ന് വരുന്ന എൻട്രൻസ്. അത് കഴിഞ്ഞ് ബാക്കിലേക്കുള്ള വഴിയാണ് ഇത്. ബാക്കല്ല, വീടിൻ്റെ ബാക്കിലേക്ക് പോകാൻ ഫ്രണ്ടിൽ കൂടെയുള്ള ഏരിയയാണ് ഇത്. ഇതെല്ലാം ഡാൻഡ്രോബിയം തന്നെയാണ് കേട്ടോ. ഇനി മൊക്കാറ നിങ്ങൾക്ക് ഇതുണ്ട്. മൊക്കാറ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ചട്ടി വേണമെന്നില്ല കേട്ടോ, നിലത്ത് കുഴിച്ചിടാം. വാ അതൊന്ന് കാണിക്കാം. ഇതൊക്കെ ഡാൻഡ്രോബിയം ഏരിയയാണ് കേട്ടോ. ഇനി മൊക്കാറ നിങ്ങൾക്ക് ചട്ടി വേണമെന്നില്ലാത്തവർക്ക് വെറുതെ നിലത്ത് മൊക്കാറ കുഴിച്ചിട്ടിട്ട് ഒരു തടം പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് മൊക്കാറ കുഴിച്ചിടാം. നല്ല നിലത്ത് വെക്കണ മൊക്കാറ നല്ല ഒട്ട് വലുതാവും ചെയ്യും, പൂക്കളും ഭംഗി വയ്ക്കും. കാരണം ഇതിൻ്റെ വേരുകൾ ഇഷ്ടം പോലെ പായാൻ സ്ഥലമുണ്ടല്ലോ. അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊരു കമ്പി, ഇതൊരു കമ്പി, PVC പൈപ്പുമ്പോൾ മൊക്കാറ വെച്ച് കെട്ടുക, ഇതിങ്ങനെ വെക്കുക. ഇത് ഞാൻ ഇടയ്ക്ക് ഇത് സെയിലുള്ള കാരണം ഇടയ്ക്ക് എടുക്കും കൊടുക്കും അങ്ങനെ. പക്ഷെ സ്ഥിരമായിട്ട് വെക്കണവർക്ക് അത് അവിടെ ഇരുന്ന് സെറ്റായി ഈ റൂട്ടൊക്കെ ഇതിൽ പാഞ്ഞ് ഇതിൽ കുറച്ച് ചാണപ്പൊടി മെല്ലുപൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവർ നന്നായിട്ട് വളം വലിച്ച് നല്ല സ്ട്രോങ്ങാണ് നിലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം മൊക്കാറയ്ക്ക്. എൻ്റെ പിന്നെ ഞാൻ സെയിലിന് വരണ കാരണം പായാനൊന്നും നിൽക്കണില്ല, വരുമ്പോഴേക്ക് അത് എടുത്ത് കൊടുക്കണത്. ഇവിടെയും നെറ്റ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട. ഇത് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക. ഒരു ഇരുമ്പിൻ്റെ കമ്പി കുഴിച്ചിടുക, അതുമ്മ PVC പൈപ്പുമ്മ കെട്ടുക, ഇങ്ങനെ വെക്കുക. കമ്പിമ്മ ഡയറക്റ്റ് കെട്ടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാനും പിന്നെ അതിൻ്റെ വേര് പിടുത്തത്തിനൊക്കെ ഒരു ഇരുമ്പല്ലേ, ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു PVC പൈപ്പുമ്മ 2 ഭാഗത്തും കെട്ടിയിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. പിന്നെ അത് അവിടെ കിടന്ന് പാഞ്ഞ് അവിടെ സെറ്റായിക്കോളും. ഇങ്ങനെ അടിയിൽ ഞാൻ കുറച്ച് ചകിരി ഞാനും കരിയും ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
അവർക്കൊന്ന് വേരൊന്ന് സ്മൂത്തായിട്ട് പോവാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര നല്ല മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയും വേണമെന്നില്ല. ഞാൻ വേറൊരു പരിപാടിയും കൂടി ചെയ്തു. ഈ ഒരു ഭാഗം ഭയങ്കര വെയിലാണ് എനിക്ക്. അപ്പോൾ ഇത് ഫുള്ള് വെറുതെ ഒഴിഞ്ഞ് കിടക്കണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെയും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നി എന്നാൽ ശരി ഓക്കെ ഹൈബ്രിഡ് ബോഗിൻവില്ല വാങ്ങി വയ്ക്കാൻ കരുതി. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഹൈബ്രിഡ് ബോഗിൻവില്ല വിലയാണ് സഹിക്കാൻ പറ്റാത്ത. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്, ഈ ഹൈബ്രിഡ് ബോഗിൻവില്ലയിലേക്ക്. അങ്ങനെ ഞാനത് കുറേയൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ നഴ്സറിയിൽ കിട്ടണ പോലെയല്ല, അവിടെ നിന്ന് എടുത്ത് എല്ലാ ചെടിനും കഴുകി മണ്ണും ചെളിയൊക്കെ അത് നഴ്സറിയുടെ പോട്ടിങ്ങൊക്കെ കളഞ്ഞ് നല്ല പുഴമണലും ചോന്ന മണ്ണും മിക്സ് ചെയ്ത് വലിയ 12 ഇഞ്ച് പോട്ടിൽ സെറ്റ് ചെയ്ത് ആണ് ഈ ചെടികളെ ഞാൻ നിർത്തിയേക്കണത്. ഇത് നുള്ളി ഇതേ ഇപ്പം ഇങ്ങനെ നിറഞ്ഞു കണ്ടാ, ഒരേ ചെടി ചട്ടി നിറഞ്ഞു. ഇനി ഒരു മാസത്തിനുള്ളിൽ നിറയെ പൂക്കളാവും. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടി എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയാൽ ഒന്നും ചെയ്യാനില്ല, ചട്ടി വെറുതെ കൊണ്ടുവച്ചാൽ മതി. വളങ്ങളും എല്ലാം ഇട്ട് നല്ല സ്റ്റഡി ആക്കിയേക്കുന്നത്. ഇനി പൂക്കൾ വന്ന് നിറയെ വേണ്ടു. പൂക്കൾ ഇപ്പോൾ വൈകിയ കാരണം ഞാൻ ഈ ചെടീനെ ബുഷാക്കാൻ ഈ കൂമ്പ് ഇങ്ങനെ നുള്ളി വിട്ടുതേ, ഇങ്ങനെ കൂമ്പ് നുള്ളു കണ്ട. അപ്പോൾ ഈ ചെടി അങ്ങോട്ട് ബുഷാവും. അങ്ങനെ അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നിറഞ്ഞ് പൂവുണ്ടായേനെ. പക്ഷേ ഈ നുള്ളുമ്പോൾ ചെടി ഇങ്ങനെ നല്ല ബുഷായിട്ട് നിൽക്കും. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇത് ഫുൾ ഫ്ലവറിങ് ആവും. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ചാൽ മതി കേട്ടോ. കമൻറ്റിൽ ഇട്ടാൽ എനിക്ക് അത് നിങ്ങൾക്ക് കമൻറ്റ് നോക്കി അത് മറുപടി ഇടാനൊക്കെ എൻ്റെ കണ്ണൊക്കെ പ്രശ്നങ്ങളാണ്, വെള്ളെഴുത്തൊക്കെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ മറുപടി തരുന്നുണ്ട് കേട്ടോ. കാരണം കമൻ്റായിട്ട് എഴുതിയിടാൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. കണ്ണൊന്നും അത്ര സുഖമുള്ള കാഴ്ചയല്ല എനിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമം വിചാരിക്കരുത്. ആർക്കെങ്കിലും വല്ല സംശയങ്ങളോ നേരിട്ടിത് വന്ന് കണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരെ ഞാൻ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എനിക്കറിയണത് ഞാൻ മറുപടി പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒന്നും മറച്ചു വയ്ക്കില്ല, എല്ലാം തുറന്ന പുസ്തകം പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നോ പ്രോബ്ലം. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുത്തില്ലെങ്കിലും മിസ് കോൾ കാണുമ്പോൾ ഞാൻ ഫ്രീ ആവുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ച് വിളിച്ചിരിക്കും കേട്ടോ. ഒരാൾ പോലും വിളിച്ചിട്ട് ഞാൻ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഫോൺ വഴി നിങ്ങൾ വിളിച്ച് ചോദിച്ചോ, യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.